എല്ലാ മാന്യ സ്നേഹിതർക്കും സ്നേഹവന്ദനങ്ങൾ. കുറെ നാളുകളായി സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അച്ഛന്റെ വ്യാകുലതകൾ അടങ്ങിയ ഒരു വീഡിയോ പിന്നെയും ലഭ്യമായി. പണ്ടൊരിക്കൽ ഞാനിതിന്റെ ഒരു ഭാഗത്തിന് വിശദീകരണം പറഞ്ഞിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ വീഡിയോയിൽ ഒരു 3 വിഷയങ്ങൾ ചേർത്താണ് വന്നിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരല്പം ദൈർഘ്യം കൂടിയ ഒരു വീഡിയോ ആണ്. അതിനകത്ത് 3 വിഷയങ്ങളാണ് അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്നത്. ഒന്ന്, അവരുടെ സഭയിലുള്ള ആൾക്കാർ സൺഡേ സ്കൂൾ പഠിക്കുന്നുണ്ടെങ്കിലും മറ്റുള്ളവരുടെ ചോദ്യത്തിന് അവർക്ക് മറുപടി പറയാൻ കഴിയുന്നില്ല. 2, സഭയിൽ നിന്ന് കുറച്ചധികം ആൾക്കാർ ഇസ്ലാമിലേക്ക് ഒഴുകിപ്പോകുന്നു. അതിലൊരു പെങ്കൊച്ച് ഒഴുകിപ്പോകുന്നതിനെ കുറിച്ചാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. 3, പെന്റക്കോസ്റ്റിലെ കുറച്ച് പിള്ളേര് റോഡിൽ പ്ലക്കാർഡും പിടിച്ച് യേശുക്രിസ്തു ഏകരക്ഷകൻ എന്ന് പറഞ്ഞ് നിൽക്കുന്നു. ഇത് 3മാണ് അദ്ദേഹത്തിന്റെ സംഭാഷണത്തിലെ കേന്ദ്ര വിഷയങ്ങൾ. അത് ആസ്പദമാക്കി 1-2 വിശദീകരണങ്ങൾ എനിക്ക് പറയേണ്ടതായിട്ടുണ്ട്. ഞാൻ അത് എടുത്തു പറയാനുള്ള കാരണം, കഴിഞ്ഞ ദിവസം ഞാൻ ഇസ്ലാം മതത്തെക്കുറിച്ച് ചില സംഭാഷണങ്ങൾ നടത്തിയപ്പോൾ റോമൻ കാത്തലിക് എന്ന മതത്തെയും ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിരുന്നു. അപ്പോൾ എന്നെ കത്തോലിക്കരായ അനേകർ വിളിക്കുകയും ചീത്ത പറയുകയും ഒക്കെ ചെയ്തു. അതിൽ ഒരാൾ എൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ ആദ്യം ചീത്ത പറയുകയാണ് ഉണ്ടായത്. പിന്നീട് ഞാൻ കുറച്ച് കാര്യങ്ങൾ ആധികാരികമായി സംസാരിച്ചപ്പോൾ അവർക്ക് കാര്യങ്ങൾ മനസ്സിലായി. പിന്നീട് അതിന്റെ വിശദീകരണങ്ങൾ ചോദിച്ചു. കുർബാന വായിലിരുന്ന് മാംസമായി പോയതിനെ കുറിച്ചിട്ട വീഡിയോയ്ക്കാണ് അവർ പ്രതികരിച്ചത് എനിക്ക് തോന്നുന്നു. ഏതായാലും അവർ പിന്നീട് സംസാരം ആരംഭിച്ചു. ഞാൻ അടുത്ത ചോദ്യം എൻ്റെ അടുത്ത് ചോദിച്ചത്, എന്തുകൊണ്ട് കത്തോലിക്കരായ ഞങ്ങളെ ദൈവമക്കൾ എന്ന് പറയുന്നില്ല, ഞങ്ങൾ ക്രിസ്തു മതക്കാരെന്ന് പറഞ്ഞ് മാറ്റി നിർത്താൻ കാരണമെന്ത്? അപ്പൊ ഞാനതിന് തെളിവുകളും കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങൾ രക്ഷിക്കപ്പെടുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാരണമെന്ന് ഞാൻ എടുത്തു പറയുമ്പോൾ അവർ ചോദിച്ച അടുത്ത ചോദ്യം, ഈ രക്ഷ എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ്. ഞാൻ അതിന് എന്തു പറയണമെന്നറിയാതെ ഞാൻ കുഴഞ്ഞുപോയി. കാരണം ഒരു കത്തോലിക്ക സഭയിലെ വിശ്വാസിയായിട്ടിരിക്കുന്ന ഒരാൾക്ക് രക്ഷ എന്നാൽ എന്തെന്നറിയില്ല. കുറച്ച് സമയം കഴിഞ്ഞിട്ട് അവരൊരു മറുപടി എനിക്കിട്ടത് ഇങ്ങനെയാണ്: നമ്മുടെ എല്ലാ പാപങ്ങൾക്ക് വേണ്ടിയും യേശുക്രിസ്തു ബലിയായെന്ന് പറഞ്ഞില്ലേ. ഇപ്പം ഞാനൊക്കെ ജനിച്ചത് 1981 അങ്ങനെ ആ കാലഘട്ടത്തിലാണ്. അപ്പം അതിനേലും എത്രയോ മുമ്പ് ഈശോനെ കുരിശിൽ തറച്ച് കൊന്നു. അപ്പം എല്ലാ ലോകത്തിലെ എല്ലാ ആളുകളുടെയും പാപങ്ങൾക്ക് വേണ്ടി ഈശോ ബലിയായെന്നാണല്ലോ പറയണത്. അതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായിട്ടില്ല. പുരോഹിതന്മാരോട് നേരിട്ട് ചോദിക്കാനുള്ള ധൈര്യമില്ല. എൻ്റെ ആൻറ്റി സിസ്റ്ററാണ്. ആൻറ്റിയോട് ചോദിച്ചപ്പോൾ ആൻറ്റിക്കും അതിൽ കൃത്യമായിട്ട് ഉത്തരവില്ല. അപ്പൊ ഒന്ന് പറയുമോ? അവര് വീഡിയോ ചെയ്താലും മതി. ഇത് കേട്ടതിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. 80കളിൽ ജനിച്ച അവര് പുറകിലേക്ക് പോയി യേശുക്രിസ്തു മരിച്ചത് AD 70കളിലല്ലേ. ക്രിസ്തുവിന്റെ മരണം കൊണ്ട് ലഭ്യമാകുന്ന നന്മകൾ, പ്രധാനമായും നിത്യജീവൻ അല്ലെങ്കിൽ രക്ഷ, എങ്ങനെയാണ് നമുക്ക് ലഭ്യമാകുന്നത് എന്ന് 80കളിൽ ജനിച്ച ഒരാൾക്ക് റോമൻ കാത്തലിക്കിലെ അവരേൽപ്പിച്ചിരിക്കുന്ന എല്ലാ വിശ്വാസ പ്രമാണങ്ങളും കൃത്യമായി ചെയ്യുകയും അവർ പഴുത്തോന്ന് നോക്കാൻ കൊടുത്തിരിക്കുന്ന കൊന്ത സ്ഥിരമായി ഞെക്കി നോക്കി പഴുത്തില്ലെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുന്ന ആ ആൾക്ക് രക്ഷ എന്താണെന്ന് അറിയില്ല. എന്നെ ഏറ്റവും വേദനിപ്പിച്ചത് അതൊന്നുമല്ല, കുറച്ചുകൂടി മാറി. അവരിതിന്റെ സംശയം അച്ഛന്മാരോട് ചോദിക്കാൻ അവർക്ക് പേടിയാണ്. പേടി അകറ്റി അച്ഛനോട് ചോദിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. അച്ഛനോട് ചോദിച്ചാൽ ഒരച്ഛനും അതിന് മറുപടി പറയില്ല. കാരണം അതിനുള്ള മറുപടി അവർക്ക് അറിയില്ല. ആ മറുപടി അറിയുന്ന നിമിഷം അവര് നൈറ്റിയും നടുക്കെട്ടുമൊക്കെ വലിച്ചു കളഞ്ഞേച്ച് രക്ഷിക്കപ്പെടുമെന്നതിന് സംശയം വേണ്ട. അതവർക്കറിയില്ല. എന്നെ ഏറ്റവും വേദനിപ്പിച്ചത് അവരുടെ തന്നെ ഒരു ആന്റി കാത്തലിക്കിലെ കന്യാസ്ത്രീയായി പോയിരിക്കുകയാണ്. അവരോടും അവരത് ചോദിച്ചപ്പോൾ അവർക്കും അറിയില്ല. ഇപ്പോൾ കാത്തലിക്കിൽ അതൊരു മതമാണ്. ബുദ്ധമതം പോലൊരു മതമാണ്. ജൈനമതം പോലൊരു മതമാണ്. ക്രിസ്തു മതം അത് ക്രിസ്തു മാർഗമല്ല.
പൗലോസ് പറയുന്നുണ്ട്, ഞാൻ യഹൂദ മതത്തിലെ എന്റെ നടപ്പ് നിങ്ങൾക്കറിയാലോ, ഇപ്പോൾ ഞാൻ ഈ മാർഗത്തിലാണ് എന്ന് പറഞ്ഞാൽ യേശുവിന്റെ മാർഗത്തിലാണ്. കാത്തലിക് അടക്കമുള്ള നാമധേയ ക്രൈസ്തവ സംഘടനകൾ ക്രിസ്തു മാർഗമല്ല, ക്രിസ്തു മതമാണ്. ആ മതത്തിന്റെ ഉപദേശമാണ് ശുശ്രൂഷകന്മാർ കല്യാണം കഴിക്കാൻ പാടില്ല. അങ്ങനെയാണ് അതിലെ പുരോഹിതന്മാരും കന്യാസ്ത്രീകളും കല്യാണം കഴിക്കാതിരിക്കുന്നത്. അവർ മതത്തിന്റെ ഭാഗമാണ്, ക്രിസ്തുവിന്റെ ഭാഗമേ അല്ല. ഞാനത് എടുത്തു പറയാൻ കാരണം, ക്രിസ്തുവിലൂടുള്ള നിത്യജീവൻ എന്താണെന്ന് പോലും തിരിച്ചറിയാതെ മതത്തിനു വേണ്ടി ജീവിതം ഒഴിഞ്ഞു വച്ചവരാണ് ഈ കന്യാസ്ത്രീകളൊക്കെ. ഇവരൊക്കെ പലയിടങ്ങളിൽ ഉപദ്രവിക്കപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്യുന്നു. ഇവർക്ക് നിത്യജീവൻ ഇല്ലാതെ എങ്ങനെയാണ് ഇവർക്ക് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയുക? ഇവിടെ സ്കൂളുകൾ നടത്തി എന്നതുകൊണ്ടോ, പാവങ്ങളുടെ മുറിവ് വെച്ച് കെട്ടി എന്നതുകൊണ്ടോ, എന്തെങ്കിലുമൊക്കെ സാമൂഹിക പ്രവർത്തനങ്ങൾ ചെയ്തു എന്നതുകൊണ്ടോ ആർക്കെങ്കിലും നിത്യജീവൻ പ്രാപിക്കാൻ കഴിയുമോ? നിങ്ങളുടെ നീതി പ്രവർത്തികൾ കറപുരണ്ട തുണി പോലെയെന്ന് വിശുദ്ധ വേദപുസ്തകം അടിവരയിട്ട് സംസാരിക്കുമ്പോൾ, ഈ ജനത്തിന് അത് പറഞ്ഞു പോലും കൊടുക്കാനുള്ള ശേഷിയില്ലാത്ത ഈ പൗരോഹിത്യ വർഗം, ഇവർ ചെകുത്താന്മാരുടെ ശുശ്രൂഷകന്മാരാണെന്ന് സാധാരണ ജനം തിരിച്ചറിയണം. അവരുടെ ശുശ്രൂഷകന്മാർക്ക് പോലും നിത്യജീവൻ എന്താണെന്നറിയില്ല. യേശു ഭൂമിയിലേക്ക് വന്ന് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ഉദ്ദേശം അറിയില്ല. സാധാരണ മറ്റുതര മതങ്ങളെപ്പോലൊരു വെറും മതമായി ക്രിസ്തു മതം ഇന്നിവിടെ തുടരുകയാണ്. മതത്തിൽ തുടരുന്ന ആർക്കും നിത്യജീവൻ പ്രാപിപ്പാനാവില്ല എന്ന വസ്തുത വചന തെളിവിൽ നിങ്ങൾ തിരിച്ചറിയണം. അപ്പോൾ ആ കന്യാസ്ത്രീക്ക് പോലും അറിയില്ല. പക്ഷെ അവർ വിവാഹം പോലും വേണ്ടെന്ന് വെച്ച് അവരുടെ ജീവിതം മുഴുവനായി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണ്. കർത്താവിന്റെ മണവാട്ടിയാകാൻ ഇറങ്ങിത്തിരിച്ച ആ സഹോദരിക്ക് പോലും എന്താണ് യേശുക്രിസ്തു ക്രൂശിൽ ചെയ്തെടുത്തതെന്ന് അറിയില്ലെങ്കിൽ ഇതിൽ ആർക്കറിയാമെന്ന് നിങ്ങൾ പറയൂ? പോപ്പിനറിയാവോ? ഒരിക്കലും അറിയില്ല. നമുക്കേതായാലും ആ അച്ഛന്റെ പ്രസംഗം ഒന്ന് കേൾക്കാം. നമ്മുടെ അടിസ്ഥാനം സൺഡേ സ്കൂളാണ്. പക്ഷേ നന്മകളെല്ലാം നിലനിൽക്കുകയും നമ്മുടെ സൺഡേ സ്കൂൾ സംവിധാനത്തിന് ഒരു കുറവുണ്ട്. എന്താണെന്നറിയാമോ? നമ്മൾ തീവ്രവാദികളെ ഒന്നും ഉണ്ടാക്കുന്നില്ല മതം പഠിപ്പിച്ച്, പക്ഷെ തീഷ്ണമതികളെയും ഉണ്ടാക്കുന്നില്ല. നമ്മൾ എല്ലാരും പറയുന്നില്ല മതം പഠിപ്പിക്കരുത്, മതം പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഇവിടെ വർഗീയതയുണ്ടാവും, അല്ലെങ്കിൽ ഇവിടെ വലിയ മത തീവ്രവാദം ഉണ്ടാവും. നമ്മൾ സൺഡേ സ്കൂൾ പഠിപ്പിച്ചിട്ട് 12 വർഷം നമ്മൾ പഠിപ്പിച്ചിട്ട് നമ്മുടെ സമൂഹത്തിൽ ഒറ്റ തീവ്രവാദി ഉണ്ടായിട്ടില്ല. നമുക്ക് എവിടെയും അഭിമാനപൂർവ്വം പറയാം. പക്ഷെ നേരെ ഓപ്പോസിറ്റ് എന്താണെന്നറിയാമോ? തീഷ്ണമതികളും ഇല്ല. ഒരു പെന്തക്കോസ്തുകാരൻ വന്ന് മാതാവിന്റെ കാര്യം ചോദിച്ചാ, ഓഹോ ആഹാ മാതാവ്, ഞങ്ങൾക്കിപ്പോ മാതാവ് അങ്ങനെ, മാതാവ് ഈശോ എന്നൊക്കെ പറഞ്ഞ് നമ്മളങ്ങ് പോകത്തേ ഉള്ളൂ. നമുക്കൊന്നാമത് ബൈബിൾ അറിയത്തില്ല, പഠിപ്പിക്കാന്ന് പറഞ്ഞാൽ പഠിക്കത്തില്ല, പിന്നെ വചനം വായിക്കത്തില്ല. പക്ഷേ ബോധ്യത്തോടെ പറയാനും നമുക്കറിയില്ല. അച്ഛൻ പറഞ്ഞൊരു കാര്യം, ബൈബിളിനെ പഠിക്കുന്നില്ല, നേരെ ചൊവ്വേ പഠിക്കുന്നില്ല എന്നാണ്. അച്ഛോ വളരെ കൃത്യമാണ്. ബൈബിളിനെ നേരെ ചൊവ്വേ പഠിക്കുന്നില്ലെന്നല്ല, നിങ്ങൾ പഠിപ്പിക്കുന്നില്ല. വിശുദ്ധ വേദപുസ്തകം കൃത്യമായി പഠിക്കുന്ന ഒരാൾക്ക് മാതാവ് ആരാണെന്ന് ചോദിച്ചാൽ സിമ്പിളായി പറഞ്ഞു തീർക്കാൻ കഴിയും. കർത്താവായ യേശുക്രിസ്തുവിന് ഭൂമിയിലേക്ക് അവതരിക്കുവാൻ ഒരു പാത്രമായി, ഒരു ചാലകമായി മാറിയ ഒരു വ്യക്തിയാണ് മറിയം. അതിന്റെ അപ്പുറത്ത് യാതൊരു പ്രത്യേകതകളും മറിയത്തിന് തിരുവെഴുത്ത് നൽകുന്നില്ല. യേശുവോ ശിഷ്യന്മാരോ അമ്മാതിരി യാതൊരു പ്രത്യേകതകളും മറിയത്തിന് നൽകുന്നില്ല. മറിയത്തിന് വിശുദ്ധ പദവി നൽകുന്നില്ല. മറിയ സ്വർഗാരോഹണം ചെയ്ത പദവി നൽകുന്നില്ല. മറിയ മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥയാണെന്ന പദവി നൽകുന്നില്ല. അതിന്റെ പുറകിലുള്ള കൊന്തമാലയും മെഴുകുതിരിയും സാമ്പ്രാണിയും മറ്റുതര കച്ചവടം പരിപാടികളും യാതൊന്നും ബൈബിൾ പറയുന്നില്ലച്ചോ. അതുകൊണ്ട് തന്നെ ക്രൈസ്തവ മതത്തിന്റെ ഭാഗമായ കത്തോലിക്ക സഭ തിരുവെഴുത്തിലില്ലാത്ത പലതും ഈ പാപം ജനങ്ങളുടെ തലമേൽ വെച്ച് കെട്ടിയിട്ടുണ്ട്. അച്ഛന്മാരിപ്പോ വേദനിക്കുന്ന കാര്യം, പെന്തക്കോസ്തുകാർ ചോദിച്ചാൽ മറുപടി പറയാനൊക്കത്തില്ലെന്നാ. പെന്തക്കോസ്തുകാർ ചോദിക്കും,
എന്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഇത് ചെയ്യുന്നു എന്ന് പെന്തക്കോസുകാർ ചോദിക്കും അച്ചോ. അത് പറയാൻ നിങ്ങളുടെ പോപ്പിന് പോലും പറ്റില്ല. കാരണം വിശുദ്ധ വേദപുസ്തകം അടിസ്ഥാന ഗ്രന്ഥമായിരിക്കുമ്പോൾ അതിനെ മാറ്റുരച്ച് അതിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്കൊരിക്കലും നിങ്ങൾക്ക് ഈ മറിയത്തെ ഇന്ന് നിങ്ങൾ കാണിക്കുന്ന ഒരു കലാപരിപാടികൾക്കും ഉപയോഗിക്കാൻ കഴിയില്ല. വിശുദ്ധ വേദപുസ്തകം അതിന് അനുശാസിക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങളുടെ വിശ്വാസികൾക്ക് 12 കൊല്ലം സൺഡേ സ്കൂൾ പഠിച്ച വിശ്വാസിക്ക് പെന്തക്കോസ്തുകാരൻ വന്ന് മറിയ ആരെന്ന് ചോദിച്ചാൽ മറുപടി പറയാൻ കഴിയാത്തതിൽ നിങ്ങൾ വേദനിക്കൊന്നും വേണ്ട. നിങ്ങൾ ചോദിക്കുന്നത് പോലെയുള്ള ചോദ്യമല്ല ഞങ്ങൾ ചോദിക്കുന്നത്. എന്തർത്ഥത്തിൽ മറിയ ദൈവമാതാവായി എന്ന് ഞങ്ങൾ ചോദിക്കും. യേശുക്രിസ്തു ദൈവപുത്രനാണ്. ഗലാത്യർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം 4-ാം വാക്യത്തിൽ പറയുന്നു, കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി. പുത്രൻ ദൈവത്തിൻ്റെതാണച്ചോ. അതിനെ സ്ത്രീയുടെ സന്തതിയാക്കാനോ ആ സ്ത്രീയെ ദൈവത്തിന്റെ മാതാവാക്കാനോ അതുവഴി ദൈവത്തിന്റെയും മനുഷ്യരുടെയും ഇടയിൽ മധ്യസ്ഥനാക്കി ഉപരോധിക്കാനോ നിങ്ങൾക്കാവില്ല. തീമോഥെയോസിന് ലേഖനം എഴുതുമ്പോൾ ശ്ലീഹൻ ഇങ്ങനെ പറയുന്നു, ദൈവം ഒരുവൻ തന്നെ, ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ മധ്യസ്ഥനും മനുഷ്യനായ ക്രിസ്തു തന്നെ. എന്ന് പറഞ്ഞാൽ ദൈവമായിരുന്ന ക്രിസ്തു നമുക്ക് വേണ്ടി മധ്യസ്ഥനാകുവാനും നമ്മുടെ രക്ഷകനാകുവാനും മനുഷ്യ വേഷമെടുത്ത് ഭൂമിയിൽ വന്നിരിക്കുന്നു. ആ ക്രിസ്തു തന്നെ മധ്യസ്ഥൻ. നോ അതർ മീഡിയേറ്റേഴ്സ്. മറ്റൊരു മീഡിയേറ്റർ ഇല്ല. പിന്നെ എന്തർത്ഥത്തിലാണ് നിങ്ങൾ പുണ്യാളന്മാരെയും ഈ പറഞ്ഞ മറിയത്തെയും ഒക്കെ മീഡിയേറ്റേഴ്സ് ആക്കി നിങ്ങൾ അവരോധിച്ചു? പെന്തക്കോസ്തുകാരുടെ ചോദ്യത്തിന് നിങ്ങൾക്ക് എങ്ങനെ മറുപടി പറയാൻ കഴിയുമെന്നാണ് അച്ഛൻ ഉദ്ദേശിക്കുന്നത്? അച്ചോ തലകീഴായി നിന്നാലും നിങ്ങൾക്ക് മറുപടി പറയാൻ കഴിയില്ല അച്ചോ. അതുകൊണ്ട് നിങ്ങളുടെ കുട്ടികൾ പഠിക്കാത്തതല്ല പ്രശ്നം, പഠിക്കേണ്ടത് പഠിക്കാത്തതാണ് പ്രശ്നം. ഇന്ന് ഇസ്ലാമിന് സംഭവിച്ചിരിക്കുന്ന സെയിം ഗതികേടാണ് കാത്തലിക്കിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്റെ വീഡിയോസിന് ഒരുപാട് പേര് റെസ്പോണ്ട് ചെയ്യാറുണ്ട്, കന്യാസ്ത്രീകൾ അടക്കം റെസ്പോണ്ട് ചെയ്യാറുണ്ട്. പക്ഷേ അവർ കുറച്ച് സംസാരിച്ചിട്ട് വിട്ടുപോകും. കാരണം അവരുടെ തലയ്ക്കകത്ത് ഇസ്ലാം മുഹമ്മദിനെ അവരുടെ തലയ്ക്കകത്ത് നിർബന്ധപൂർവം അടിച്ചേൽപ്പിച്ച് ഇരിക്കുന്നത് പോലെ ഈ ക്രിസ്തു മതക്കാരായ കത്തോലിക്കർ ഈ മറിയത്തെ, നിമ്രോദിന്റെ ഭാര്യ സെമിറാമീസിനെ ആളുമാറ്റി അവതരിപ്പിച്ച മറിയത്തെ യേശുവിന്റെ അമ്മ എന്ന പേരിൽ ഈ പാവങ്ങളുടെ തലച്ചോറിനകത്ത് തെറ്റിദ്ധരിച്ച് ഇംപ്രിന്റ് ചെയ്തിരിക്കുകയാണ്. അവര് യേശുവിനെ പറയുന്നതിനേക്കാൾ മറിയത്തെ പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. അച്ചോ, നിങ്ങൾ അടങ്ങുന്ന പൗരോഹിത്യ വർഗമാണ് ഈ പാവം ജനത്തെ വഴിപിഴപ്പിക്കുന്നത്, തെറ്റിക്കുന്നത്, തിന്മയിലേക്ക് നടത്തുന്നത്. അതിന് യാതൊരു സംശയവും വേണ്ട. നിങ്ങളെക്കുറിച്ചാണ് പൗലോസ്ലീഹൻ കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ 11-ാം അധ്യായത്തിൽ പറയുന്നത്, ഇവർ കള്ളയപ്പോസ്തലന്മാർ, കപടവേലക്കാർ, ക്രിസ്തുവിന്റെ ശിഷ്യന്മാരുടെ വേഷം ധരിക്കുന്നവരത്രേ. നിങ്ങൾ പറയുന്നുണ്ടല്ലോ അപ്പോസ്തലിക പാരമ്പര്യം. എന്ത് പാരമ്പര്യം പറയാനുള്ളത്? പത്രോസ് റോമ കണ്ടിട്ട് പോലുമില്ല. പത്രോസ് എങ്ങനെ നിങ്ങൾക്ക് ആദ്യത്തെ പോപ്പായി? പത്രോസോ മറ്റിതര ശിഷ്യന്മാരോ കൈവയ്ക്കാത്ത ആളാണല്ലോ അച്ചോ. അടുത്ത ലൈനിൽ വന്നിരിക്കുന്ന ശുശ്രൂഷകനായ പൗലോസ് താഴേക്ക് വരുന്ന ശുശ്രൂഷകന്മാരെ കൈവച്ച് അവരോധിക്കണമെന്ന് ഏത് വാക്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് അച്ചോ അച്ഛൻ പറയാൻ ഉദ്ദേശിക്കുന്നത്? 10 കൽപ്പനകളിൽ പ്രധാനപ്പെട്ട 2-ാമത്തെ കൽപ്പന വെട്ടിമാറ്റി. വിഗ്രഹത്തെ ഉണ്ടാക്കുകയോ നമസ്കരിക്കുകയോ ചെയ്യരുത് എന്ന് എഴുതിയിരിക്കുന്ന കൽപ്പനയെ ബുദ്ധിപൂർവം വെട്ടിമാറ്റിയിട്ട് പാവപ്പെട്ട കത്തോലിക്കന്റെ അടുക്കളയിൽ അടക്കം വിഗ്രഹം കൊണ്ട് നിറച്ച് ഈ ജനത്തെ കബളിപ്പിക്കുകയല്ലേ വെച്ചോ ചെയ്യുന്നത്? ഒരു കൽപ്പന വെട്ടിമാറ്റിയപ്പോൾ 9 പോയി. അതിനെ 10 വേണ്ടി 10-ാമത്തെ കൽപ്പനയായ മോഹിക്കരുത് എന്നുള്ളതിനെ കട്ട് ചെയ്ത് 2 1 മോഹിക്കരുത്, 2 കൂട്ടുകാരന്റെ ഭാര്യയെ മോഹിക്കരുത്. ഇത് രണ്ടും ഒന്നല്ലേ അച്ചോ? എന്നിട്ട് പ്രധാന കൽപ്പന പതിയെ വെട്ടിമാറ്റി. പുതിയ നിയമത്തിൽ നമുക്ക് 10 കൽപ്പന വേണം എന്നൊന്നും ഞാൻ പറയില്ല. കാരണം അതിന്റെ ആവശ്യമില്ല. പഴയ നിയമത്തിൽ കർത്താവ് ഇസ്രായേൽ മക്കളെ മരുഭൂമിയിലൂടെ നടത്തുമ്പോൾ അവർക്ക് കൊടുത്തതാണല്ലോ കൽപ്പനകൾ. അത് നമുക്ക് അമ്മാതിരി എടുക്കണമെന്നില്ല. അവയുടെ റിവൈസ്ഡ് ഫോം നമുക്ക് പുതിയ നിയമത്തിൽ തന്നിട്ടുണ്ട്. പൗലോസ്ലീഹൻ പുതിയ നിയമത്തിൽ വളരെ വ്യക്തമായി പറയുന്നു, വിഗ്രഹത്തെ വിട്ട് ഓടുവീൻ.
യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നു, കുഞ്ഞുങ്ങളെ വിഗ്രഹങ്ങളോട് അകന്ന് സൂക്ഷിച്ചുകൊള്ളുവിൻ. കാര്യങ്ങൾ വളരെ വ്യക്തമായി. വിഗ്രഹങ്ങളോട് അകന്നുകൊള്ളാനും വിഗ്രഹാരാധന വിട്ട് ഓടുവാനും വിഗ്രഹാർപ്പിതം തിന്നരുതെന്നും പുതിയ നിയമത്തിൽ സംസാരിക്കുമ്പോൾ ഈ വാക്യങ്ങളെ ഒന്നും കണ്ടില്ലെന്ന് നടിച്ച് ഈ പാവങ്ങൾക്ക് കളിമണ്ണിൽ രൂപങ്ങൾ ഉണ്ടാക്കി കൊടുത്ത് അവയെ ചുംബിക്കുകയും അവയെ ചുമന്നുകൊണ്ട് നടക്കുകയും ഒക്കെ ചെയ്യിക്കല്ലോ വെച്ചാ നിങ്ങൾ ചെയ്യുന്നത്. ഇവകളെ കുറിച്ച് ഞങ്ങൾ ചോദിച്ചാൽ നിങ്ങളുടെ ആർക്കും മറുപടി പറയാൻ പറ്റില്ലച്ചോ. അതൊന്നും നിങ്ങൾ പറഞ്ഞ് ന്യായം കാണിച്ച് ഈ പാവങ്ങളെ കബളിപ്പിക്കാമെന്ന് കരുതുന്നെങ്കിൽ അതിന്റെ കാലം കഴിഞ്ഞുപോയി അച്ചോ. സോഷ്യൽ മീഡിയ ഉള്ള കാലത്തിൽ എല്ലാവർക്കും വിരലിന്മേലൊന്ന് ഞെക്കി നോക്കി കാര്യം കണ്ടെത്തക്കതേ ഉള്ളൂ. പഠിക്കണമെന്നുള്ളവന്, രക്ഷപ്പെടണമെന്നുള്ളവന് രക്ഷപ്പെടാൻ കഴിയത്തക്കതേ ഉള്ളൂ. രക്ഷപ്പെടാൻ താല്പര്യമില്ലാത്തവൻ നിങ്ങൾ കൊടുത്ത മുത്തുമാലയെ ഞെക്കി ഞെക്കിയിരിക്കട്ടെ, അവനെ ഒരിക്കലും രക്ഷപ്പെടുത്താൻ കഴിയില്ല. ഇനി അച്ഛന്റെ അടുത്ത പ്രസംഗഭാഗം കൂടി കേൾക്കാം. അറിയില്ല. ഞാൻ ഈ കഴിഞ്ഞ നാളുകളിലൊക്കെ 12ാം ക്ലാസ്സിലെ കുട്ടികളെയൊക്കെ കാണാനായിട്ട് ഇടയാകുമ്പോൾ ഞാൻ അവരോട് 3 ചോദ്യം ചോദിക്കും. ഒന്ന്, നിങ്ങളുടെ ക്ലാസ്സിൽ ഹൈന്ദവരുണ്ട്, ക്രൈസ്തവരുണ്ട്, മുസൽമാനുണ്ട്. നിങ്ങൾ ക്രിസ്ത്യാനിയായിട്ട് എന്തിനാ ജീവിക്കുന്നത്? നിങ്ങൾക്ക് എന്തുകൊണ്ട് മറ്റൊരു മതത്തിൽ ജീവിച്ചുകൂടാ? എന്തുകൊണ്ട് ഞാനൊരു ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കണം? 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ ഉൾപ്പെടെ അങ്ങനെ ചിരിച്ച് ഒക്കെ ഇരിക്കത്തേ ഉള്ളൂ, എളിമയോടുകൂടി ഇരിക്കത്തേ ഉള്ളൂ. പറയാൻ അറിയത്തില്ല അവർക്ക്. ഈ അടുത്ത നാളില് ഒരു പെൺകുട്ടി എൻ്റെ അടുത്ത് വളരെ വിചിത്രമായ ഒരു ആഗ്രഹവുമായിട്ട് വന്നു. അവളുടെ ഒരു അപ്പനും ഉണ്ട് കൂടെ. എന്താണത്? പിതാവേ, ഞാനൊരു മുസ്ലിം ഡോക്ടറുമായിട്ട് പ്രണയത്തിലാണ്. അവളും ഡോക്ടറാണ്, ഒറ്റ മോളാണ്, ഡോക്ടറാണ്. ഒരു മുസ്ലിം ഡോക്ടറുമായിട്ട് പ്രണയത്തിലാണ്. കല്യാണം ഉറപ്പിച്ചു. അപ്പൊ ഞാൻ അപ്പൻ ഉണ്ട്, അപ്പന് സമ്മതമൊക്കെയാണോ? അപ്പനിങ്ങനെ മിണ്ടാതിരിപ്പുണ്ട്. അപ്പന് ഇങ്ങനെ അവള് പറയുന്നതൊക്കെ ശരി എന്നുള്ള രീതിയിൽ പാവം അപ്പനിങ്ങനെ ഇരിപ്പുണ്ട്. എന്നിട്ട് അവളുടെ ആഗ്രഹം ഇതാണ്, എനിക്ക് പള്ളിയിൽ വെച്ച് ഒരു ആശീർവാദം തരണം. ഇപ്പോഴത്തെ ഫാഷൻ അതാണല്ലോ, ഇഷ്ടമുള്ളിടത്ത് പോയി കെട്ടുക, എന്നിട്ട് പള്ളിയിൽ വന്ന് ഒരു ആശീർവാദം മേടിക്കുക, എന്നിട്ട് അതെടുത്ത് ഫേസ്ബുക്കിൽ ഇടുക. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു ഫാഷൻ. അപ്പൊ ഞാൻ അവളോട് ചോദിച്ച, മോളെ അവൻ വരുമോ നിന്റെ കൂടെ? അവൻ വരും. കാരണം അവർക്ക് അവരുടെ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ മേൽ ഉള്ള പ്രതിജ്ഞകൾ മാത്രമേ അവർക്ക് വാലിഡ് ആയിട്ടുള്ളൂ. അവർ വന്ന് ഏത് ബൈബിളിന് മുമ്പിലും വന്ന് വെച്ച് വേണമെങ്കിൽ പ്രതിജ്ഞയൊക്കെ എടുക്കും. കാരണം അതൊന്നും അവർക്ക് ബൈൻഡിങ് അല്ല. അതാണ് അവരുടെ മതത്തിന്റെ പ്രത്യേകത. അവൻ വരും. അപ്പൊ ഞാൻ പറഞ്ഞു, ഏതായാലും നിങ്ങൾ ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കത്തില്ല, പിന്നെ മോക്ക് എന്നാത്തിനാ ഈ ആശീർവാദം? അല്ല പിതാവേ, എനിക്ക് ആശീർവാദം വേണം. ഞാൻ ഇത്രയും വർഷം ഞാൻ ക്രിസ്ത്യാനിയായിട്ട് ജീവിച്ചു, എനിക്ക് ആശീർവാദം വേണം. അപ്പൊ ഞാൻ പറയുന്ന ആശീർവാദം മാത്രം മതിയല്ലോ, അതിപ്പോ പള്ളി വെച്ച് വേണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് വികാരിച്ചെന്റെ മുറി വെച്ച് ഒരു ആശീർവാദം എന്നൊക്കെയുള്ള രീതിയിൽ ഞങ്ങളൊരു എഗ്രിമെന്റിലൊക്കെ എത്തിപ്പിരിഞ്ഞു. എന്നിട്ട് ഞാൻ അവളോട് പറഞ്ഞു, മോളെ നീ പോകാൻ വരട്ടെ, നീ എനിക്ക് ഒരു ക്ഷമ തന്നിട്ട് പോകണം, എന്നോട് നീ ക്ഷമിക്കണം. ഉടനെ അവൾക്ക് ഭയങ്കര സങ്കടമായി. പിതാവ് എന്തിനാ എന്നോട് ക്ഷമ ചോദിക്കും? ഞാനല്ലേ പിതാവിനോട് ക്ഷമ ചോദിക്കും? ഞാൻ പറഞ്ഞു, അല്ല, എനിക്ക് നിന്നോട് ക്ഷമ ചോദിക്കണം. കാരണം ഇത്രയും വർഷം നിന്നെ വേദപാഠം പഠിപ്പിച്ചിട്ട് ഇത്രയും മിടുക്കിയായ നിന്നെപ്പോലൊരു പെൺകുട്ടിയുടെ ഉള്ളിൽ ഈശോ ഏകരക്ഷകനാണെന്നും പ്രണയത്തിന്റെയോ വിവാഹത്തിന്റെയോ പേരിൽ ഒഴിവാക്കാനാവുന്നതല്ല നമ്മുടെ കർത്താവ് ഈശോ മിശിഹ എന്നും പഠിപ്പിക്കുന്നതിൽ ഞാൻ പരാജയപ്പെട്ടു പോയി, എന്റെ രൂപത പരാജയപ്പെട്ടു പോയി. അതുകൊണ്ട് നീ എന്നോട് ക്ഷമിക്കണം. ഉടനെ അവള് പറഞ്ഞു, അയ്യോ അങ്ങനൊന്നും പറയല്ലോ പിതാവെ, ഞാനങ്ങ് വിട്ടുപോയതാ, പോട്ടെ, പിതാവ് എന്നോട് ക്ഷമയെന്ന് ചോദിക്കണം പറഞ്ഞ് എന്നെ ആശ്വസിച്ചു. പക്ഷെ എന്റെ ഉള്ളിൽ അതൊരു നീറ്റലാണ്. എന്തുകൊണ്ട് നമുക്ക് ഇത്രയും സംവിധാനങ്ങൾ ഉണ്ടായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ ഈശോ മിശിഹ ഏകരക്ഷകനാണെന്നും ഈശോ മിശിഹ ഉപേക്ഷിക്കാവുന്ന ഒന്നല്ലെന്നും ബോധ്യപ്പെടുത്താൻ എന്തുകൊണ്ട് എനിക്ക് സാധിക്കുന്നില്ല? നമ്മുടെ സംവിധാനത്തിന് സാധിക്കുന്നില്ല. അതേസമയം മറ്റു ചില മതങ്ങൾക്ക് അത് സാധിക്കുന്നുണ്ട്. ഒന്ന്, നിങ്ങൾ എന്ത് ക്രൈസ്തവരായി ജീവിക്കുന്നു എന്ന ചോദ്യത്തിന് കുട്ടികൾക്ക് മറുപടിയില്ല. ഇല്ല, ക്രിസ്തു ആരെന്ന് അവർക്കറിയില്ല. അവരുടെ മുമ്പിൽ നിരത്തി ദൈവങ്ങളെ നിർത്തിയിരിക്കുകയാണ്, പുണ്യാളന്മാരെ നിർത്തിയിരിക്കുകയാണ്. ഇതിന് ഏത് സൈസാണ് എന്താണെന്നൊന്നും നിങ്ങളുടെ വിശ്വാസികൾക്ക് അറിയില്ല. അതിന് കാരണം നിങ്ങൾക്കും അറിയില്ലത് എന്താണെന്ന്. ഇതൊരു കച്ചവട പരിപാടിയാണ്. അതുകൊണ്ടാണ് ഈ പാളിച്ച സംഭവിക്കുന്നത്. ഇപ്പൊ അച്ഛൻ നിന്ന് മാപ്പ് ചോദിക്കുകയാണ്, ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങൾക്ക് 12 കൊല്ലത്തെ വിദ്യാഭ്യാസം തന്നിട്ടും യേശുക്രിസ്തുവിനെ പരിചയപ്പെടുത്താൻ കഴിഞ്ഞില്ലെന്നാണ് അച്ഛന്റെ പശ്ചാത്താപം. ഇത് മാത്രല്ല, ഈ മൊത്തം കുഞ്ഞാടുകളെയും
നിങ്ങൾ നരകത്തിലേക്കാണ് കൊണ്ടുപോകുന്നതെന്ന് നിങ്ങൾ ഒരിക്കൽ തിരിച്ചറിയും. അന്ന് നിങ്ങൾക്കും രക്ഷയുണ്ടാവില്ല എന്ന വസ്തുത നിങ്ങൾ തിരിച്ചറിയണം. ഇന്ന് നിങ്ങൾക്ക് ലോകയും പ്രസ്ഥാനത്തിന്റെ മറ്റിതര സൗകര്യവും കൂടെ നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. വലിയൊരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിങ്ങൾ നിൽക്കുന്നു എന്നതൊഴിച്ചാൽ ക്രിസ്തു നിങ്ങളുടെ ആരുമല്ല എന്ന് തിരിച്ചറിയുന്ന ഒരു കാലം നിങ്ങൾക്കുണ്ടാകും. തിരുവെഴുത്ത് പറയുന്നു, ചിലർ നിത്യലജ്ജയ്ക്കായും ചിലർ നിത്യമാനത്തിനായും എഴുന്നേറ്റ് വരും. ജീവിതം മുഴുവൻ നിങ്ങൾ ഒഴിച്ച് മാറ്റിവെച്ചിരിക്കുന്നത് വെറും റോമൻ കാത്തലിക് എന്ന പ്രസ്ഥാനത്തിന് വേണ്ടിയാണ് എന്ന് ന്യായവിധിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നിങ്ങൾ തിരിച്ചറിയേണ്ടി വരും. ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചിട്ട് സ്വർഗത്തിലെ മഹിമകൾ വെടിഞ്ഞ് നമ്മെ രക്ഷിക്കുവാൻ താഴേക്ക് ഇറങ്ങി വന്ന ആ യേശുക്രിസ്തുവിന് വേണ്ടി നമ്മൾ ജീവിതം മാറ്റിവെച്ചതായിരുന്നു എങ്കിൽ അതുകൊണ്ട് ഒരുപാട് ജനത്തിനും പുണ്യമുണ്ടായേനെ, നിത്യതയിൽ നമുക്കും അനുഗ്രഹമുണ്ടായേനെ. അതിനു പകരം ഒരു പ്രസ്ഥാനത്തിനു വേണ്ടി, ചെകുത്താൻ പണിതുയർത്തിയ ഒരു പ്രസ്ഥാനത്തിനു വേണ്ടി, മാനവകുലത്തിൽ മാക്സിമം നമ്പർ ഓഫ് പീപ്പിളിനെ നിത്യരക്ഷയിൽ നിന്ന് പിറകോട്ടടിക്കുവാൻ ക്രൈസ്തവ മുഖംമൂടിയോടുകൂടി ചെകുത്താൻ ഉണ്ടാക്കിയ ഒരു പ്രസ്ഥാനത്തിന്റെ വക്താവായി താങ്കളും താങ്കളുടെ കൂടെ ആയിരക്കണക്കിന് വൈദികരും ലക്ഷക്കണക്കിന് കന്യാസ്ത്രീമാരും അവരുടെ ജീവിതം നശിപ്പിക്കുന്നത് പ്രസ്ഥാനത്തിന് വേണ്ടിയാണ്. ഇസ്ലാമും ഇത് തന്നെയാണ് ചെയ്യുന്നത്. ക്രിസ്തുവിലൂടെയുള്ള നിത്യജീവൻ ജനത്തിന് ലഭ്യമാകാതിരിക്കേണ്ടതിന് അവരുടെ അഭ്യാസം അവർ ചെയ്യുകയാണ്. അതിന്റെ മറുഭാഗം മാത്രമാണ്. എന്ന് പറഞ്ഞാൽ അവർക്ക് നശിപ്പിക്കാൻ കഴിയാത്തതിനെ അവരിൽ നിന്ന് രക്ഷപ്പെട്ട് ക്രിസ്തുവിങ്കിലേക്ക് കുറച്ചെങ്കിലും അടുത്തു വരുന്നവര് ക്രിസ്തുവിന്റെ പേരിൽ മറ്റൊരു ക്രിസ്തുവിനെ അവതരിപ്പിക്കുകയല്ലേ അച്ചോ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് മറ്റൊരു ക്രിസ്തുവിനെയാണ്. നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് വേറൊരു സുവിശേഷമാണ്. നിങ്ങൾ അവരുടെ മേൽ പകർന്നുകൊണ്ടിരിക്കുന്നത് വേറൊരാത്മാവാണ്. അതിനെ വ്യാജത്തിന്റെ ആത്മാവെന്ന് യോഹന്നാൻ അപ്പോസ്തലൻ പറയും. വിശുദ്ധ വേദപുസ്തകവുമായോ സത്യവുമായോ യാതൊരു ബന്ധവുമില്ലാത്ത എതിർ ക്രിസ്തുവിന്റെ വ്യാപാരം ഈ ജനഹൃദയങ്ങളിലേക്ക് പകരുന്നതിൽ നിങ്ങൾ ഒരിക്കൽ സഹതപിക്കേണ്ടി വരും, അനുതപിക്കേണ്ടി വരും. ഇപ്പോൾ ഒരു പെൺകൊച്ച് കാത്തലിക്കിൽ നിന്ന് ഇസ്ലാമിലേക്ക് വിവാഹം കഴിച്ചു പോയതിൽ നിങ്ങൾ വേദനിക്കേണ്ട കാര്യമൊന്നുമില്ല. കാത്തലിക്കിൽ നിന്നാലും ഇസ്ലാമിൽ നിന്നാലും ആ കൊച്ചിന്റെ വിധി ഒന്നു തന്നെയാണ്, നരകത്തിൽ പോകുക. നിത്യജീവൻ പ്രാപിക്കുവാൻ ആ കുഞ്ഞിന് കഴിയാതെ പോയത് റോമൻ കാത്തലിക് എന്ന സ്ട്രോങ് ആയ പൈശാചിക ക്രൈസ്തവ മതത്തിൽ നിന്നതുകൊണ്ട് മാത്രമാണ് അച്ചോ. നിങ്ങളുടെ കൂടെ നിൽക്കുന്ന എത്രയോ പേര് നിങ്ങൾ ഇങ്ങനെ ചതിച്ചുകൊണ്ടിരിക്കുന്നു. തെക്കും വടക്കും ആ ജനത്തിന് അറിയില്ല. തിരുവെഴുത്ത് വായിക്കാൻ അവർക്കറിയില്ല. അവരെ നിങ്ങൾ കബളിപ്പിച്ചിരിക്കുന്നവർക്ക് തിരിച്ചറിയാൻ അവർക്ക് കഴിയുന്നില്ല. നിങ്ങൾ ഇപ്പോൾ നടത്തിയ ഒരു ക്ഷമാപണമില്ലേ, ഇത് വെറും അഭിനയമാണ്, വെറും മുതലക്കണ്ണീരാണ്. സത്യത്തിൽ അച്ഛന് ക്രിസ്തുവിനെ തിരിച്ചറിയാമായിരുന്നു എങ്കിൽ അച്ഛൻ ഇതിനകത്ത് നിൽക്കാനാവില്ല. ക്രിസ്തുവില്ലാത്തവരിടത്ത് അച്ഛന് നിൽക്കാനാവില്ല. ക്രിസ്തുവിന് പകരം മറ്റ് പുണ്യാളന്മാരുടെ പുറകെ നടക്കുന്ന ഒരു വിഭാഗത്തിന്റെ കൂടെ നിൽക്കാൻ അച്ഛനാവില്ലച്ചോ. കാര്യങ്ങൾ ഒന്നുകൂടി വിലയിരുത്തി മനസ്സിലാക്കണം. കത്തോലിക്കർ ക്രൈസ്തവ മതക്കാർ, പ്രത്യേകിച്ച് കത്തോലിക്കർ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ബൈബിൾ ഒന്ന് നിവർത്തി വെച്ച് വായിക്കാൻ തയ്യാറാകൂ. നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയും. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശു എന്ന നാമമല്ലാതെ മറ്റൊരു നാമമില്ല. മറിയത്തിന്റെ പുറകെ നടക്കരുത്, പുണ്യാളന്മാരുടെ പുറകെ നടക്കരുത്, സഭയുടെ പുറകെ നടക്കരുത്. ക്രിസ്തുവിനെ അനുഗമിക്കുക, നിത്യജീവൻ പ്രാപിക്കുക. മേ ഗോഡ് ബ്ലെസ് എവരിബഡി.